പന്മന ഗ്രാമപഞ്ചായത്തിലെ ചോല വാർഡിൽ വഴുതിക്കരപ്പാടം നീർത്തടത്തിലെ കാർഷിക കുളം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. 1,11,215 രൂപയായിരുന്നു അടങ്കൽ തുക. തൊഴിൽ ദിനങ്ങളിലായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്മന ഗ്രാമപഞ്ചായത്ത് ചോല 13-ാം വാർഡിലെ വഴുതിക്കരപ്പാടം നീർത്തടത്തിൽ കാർഷിക കുളം നിർമ്മിച്ചത്. 1,11,215 രൂപയാണ് അടങ്കൽ തുകയായി ഉൾപ്പെടുത്തിയിരുന്നത്. കുളത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. നിങ്ങൾക്ക് പ്രതിവർഷം 100 ദിവസം തൊഴിൽ ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി തൊഴിലിന്റെ വേതനം ലഭ്യമാക്കണമെന്ന നിയമം നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് ഇന്ന് ഈ പ്രതിസന്ധികൾക്കിടയിലും അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കൈകളിലേക്ക് ലഭിക്കുന്ന ചെറുതെങ്കിലും വലിയ നേട്ടമായി മാറിയിട്ടുള്ള ഈ തൊഴിലുറപ്പിലൂടെ ലഭ്യമാകുന്ന വേതനം. അതിലുപരി ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി അധ്വാനിച്ച് ലഭിക്കുന്ന പണമെന്ന ആത്മസന്തോഷത്തോടു കൂടിയാണ് ഓരോ അംഗങ്ങളും ആ പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ അഭിമാനമായി മാറുന്നു. നിങ്ങൾക്ക് തൊഴിൽ കൃത്യമായി 100 ദിവസത്തെ തൊഴിൽ തരണം എന്നതൊരു നിയമമാണ്. ആ കാലഘട്ടത്തിൽ ജീവിക്കപ്പെടുന്ന നമ്മൾ ഈ തൊഴിലിനെ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ, പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ, ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, പ്രസിഡന്റ് ഉണ്ണിത്താൻ, കൊച്ചട്ടിയിൽ റസീന, ഷീല, ഹൻസിയ, രമ്യ, സുനിത, സക്കീർ ഹുസൈൻ, ശാരദ ബാബു, ഉഷായസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക കുളത്തിന് സ്ഥലം അനുവദിച്ചു നൽകിയ കീപ്പടിയിൽ ഋഷികേശൻ നായരെ ആദരിച്ചു. കാർഷിക കുളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് BS മനോജ് കുമാർ, വനിതാ എക്സൈസ് ഓഫീസർ രാജി എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മൂടി വെക്കരുത്. അതുപോലെ തന്നെ ഏതുതരം കുറ്റകൃത്യങ്ങളായിരുന്നാലും കുഞ്ഞുങ്ങളുടെ ഏത് രോഗവും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുള്ളൂ. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഡിക്ഷൻ സെന്ററുകൾ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. തെറ്റായി പോകുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും ഒക്കെ നമ്മുടെ കരുനാഗപ്പള്ളി, ഞാൻ നേരത്തെ ആളുകൾ സ്കൂളിൽ വെച്ച് പറഞ്ഞത്, കരുനാഗപ്പള്ളി ഹോമിയോ അഡിക്ഷൻ സെന്റർ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.